മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വേനലെല്ലാം കഴിഞ്ഞു, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും കുറച്ച് നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നൊരു സമയം കൂടിയാണിത്. അതായത് മാമ്പഴക്കാലം കഴിഞ്ഞിട്ടില്ല. ധാരാളം മാങ്ങ, നല്ല പഴുത്ത മാങ്ങ പലതരം മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങാം, പലതരം പലഹാരങ്ങളുണ്ടാക്കാം. മാങ്ങ വെറുതെ കഴിക്കാൻ തന്നെ എന്ത് സ്വാദമല്ലേ. അപ്പോൾ ഈ മാമ്പഴം ഒരു സീസണൽ ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ലാഭത്തിന് കിട്ടുന്ന സമയത്ത് വാങ്ങുക, കൂടുതൽ വിഭവങ്ങൾ തയ്യാറാക്കുക. പിന്നെ മാങ്ങാത്തരയൊക്കെ പോലെ നമ്മൾ പ്രിസേർവ് ചെയ്യാനായിട്ട് ഉണക്കിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് വർഷം മുഴുവൻ കഴിക്കാൻ പറ്റും. പിന്നെ ജാം പോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം, വറട്ടി വെക്കാം. അതൊക്കെ നമുക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാക്കാം. അല്ലാണ്ട് തന്നെ നമുക്ക് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ മാജിക് അവനിലൂടെ ഇന്ന് ആദ്യം നമ്മളൊരു മാമ്പഴം കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. ഇത് മറ്റൊന്നുമല്ല, ഒരു കേസരിയാണ്, മാമ്പഴ കേസരി. എങ്ങനെയുണ്ടാവും? കേസരി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ മാമ്പഴം കൂടി ചേർത്ത് ആ ഒരു ഫ്ലേവറിൽ വന്നാൽ അതിസുന്ദരമായിരിക്കും. പിന്നെന്താ പറയുക, രുചിയുടെ കാര്യത്തിൽ നല്ല ഒന്നാമനായിരിക്കും. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ മാമ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന മാമ്പഴ കേസരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാംഗോ കേസരി ചേരുവകൾ: ബോംബെ റവ 1/2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 1/2 കപ്പ്, മാംഗോ പ്യൂറി 1 കപ്പ്, വെള്ളം 2 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ മാമ്പഴ കേസരി തയ്യാറാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ചു. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം, നോൺ സ്റ്റിക്ക് ടൈപ്പ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ ഞാനൊരു 1/2 കപ്പ് ബോംബെ റവയിലാണ് തയ്യാറാക്കുന്നത്. ബോംബെ റവ അറിയാമല്ലോ, വളരെ മണൽ പോലെ ഇരിക്കുന്ന ചെറിയ തരിയുള്ള റവയാണ് ബോംബെ റവ. അതിലാണ് ഏറ്റവും നന്നായിട്ട് കേസരി ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ പൾപ്പ്, മാംഗോ പൾപ്പ് എന്ന് പറയുമ്പോൾ മാമ്പഴം അരച്ചെടുത്തതാണ് 1 കപ്പ്. നല്ല പഴുത്ത മാങ്ങയായിരുന്നു, നല്ല മധുരമുണ്ട്. അപ്പോൾ അതരിക്കട്ടെ. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ നെയ്യാണ്. നെയ്യെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. പാത്രം നല്ല ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ്, നല്ല ശുദ്ധമായ നെയ്യ്, മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/2 കപ്പോളം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ അളന്ന് വെച്ചില്ലെന്നേ ഉള്ളൂ, ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇടാം. ആദ്യം കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് മതി. ഒന്ന് ചൂടായിട്ട് ആ റവ, അളന്ന് വെച്ചിരിക്കുന്ന 1/2 കപ്പ് റവ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ഉരുകിക്കഴിഞ്ഞു, ചൂടാകുന്നു. ഇത് 1/2 കപ്പ്. പാത്രം നല്ല ചൂടായിരിക്കുവാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇത് ആക്ച്വലി പറഞ്ഞാൽ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് ആണ്, എങ്കിലും ഒരല്പം ഒന്ന് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ റവയിൽ ചെറുതായിട്ട് മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് തീ അല്പം ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഇത് ചൂടുവെള്ളമല്ല, റൂം ടെമ്പറേച്ചറിലെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി, അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് റൂം ടെമ്പറേച്ചറിലെ വെള്ളം. ഇനി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ആ റവ ഒന്ന് വേകണം. റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുതായിട്ടിങ്ങനെ ഇനിയിപ്പോൾ തീ കൂട്ടി കൊടുക്കാം. കുറുകി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ടൈറ്റായി വരുന്നുണ്ടോ, എക്സ്പാൻഷൻ നടക്കുകയാണ്, വെന്ത് തുടങ്ങി. ഈ ഒരു സ്റ്റേജ് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി തുടങ്ങിക്കോട്ടെ. ഇതേ നോക്കൂ, കണ്ടോ എന്ത് പെട്ടെന്നാകുന്നതെന്നറിയോ, ഫാസ്റ്റാണ്. ഇതേ ഏകദേശം ടൈറ്റായി വരുന്നു. ഈ സ്റ്റേജിലാണ് നമ്മൾ മാങ്ങയുടെ പ്യൂറി ചേർക്കുന്നത്, മാമ്പഴം അരച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ കേസരിയല്ല, മാംഗോ കേസരിയാണ്. ഇപ്പോൾ ഏകദേശം ഈ ബൗളിൻ്റെ 1/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു. 1 കപ്പ് നിറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കാണുന്നുണ്ടല്ലോ, അപ്പോൾ കളറൊക്കെ മാറി. നമ്മൾ കേസരി കളറൊന്നും വേണ്ടി വന്നില്ല, മഞ്ഞ കളറൊന്നും, നാച്ചുറലായിട്ടുള്ള മഞ്ഞ കളറാണ് കിട്ടിയിരിക്കുന്നത്. മാമ്പഴത്തിൻ്റെ ആ ഒരു യെല്ലോ, മാംഗോ യെല്ലോ കളർ. ഇനി ഇത് വേകണം. ശരിക്കും റവ നന്നായിട്ട് വെന്തിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. കാരണം മധുരം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മാമ്പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ട്, അതല്ലാണ്ട് ഷുഗർ എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേഗം തീരും.
അത് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പം കറക്റ്റായിട്ട് റവ വെന്തൂന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഷുഗർ ചേർക്കാം, പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടത്. ഇതിനി പെട്ടെന്ന് തന്നെ ടൈറ്റാകും. അപ്പോൾ ഇത് കറക്റ്റ് വെന്ത് കഴിഞ്ഞു. ഇതൊക്കെ മിനിറ്റുകൾ കൊണ്ടാണ് റെഡി ആകുന്നത്. ഇനി 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആവശ്യാനുസരണം ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1 കപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ല സ്വീറ്റ് ആയിരിക്കും. അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 3/4 കപ്പോ 1/2 കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇച്ചിരി സ്വീറ്റ് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ആളാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരം മീൻസ് മധുരം അല്ലേ, ഒരു സ്വീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് സെറ്റായി ഒന്ന് ടൈറ്റായി വരണം. അതും പെട്ടെന്ന് തന്നെയാകും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ. കേസരി സാധാരണ നമ്മളൊരു യെല്ലോ കേസരി കളർ ഇടുമ്പോഴല്ലേ യെല്ലോ കേസരി കിട്ടുക, അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളർ ഇട്ടാൽ ഓറഞ്ച് കളറിലെ കേസരി കിട്ടും. ഇത് മാമ്പഴം കേസരി. അപ്പോൾ മാംഗോ കേസരീസ് ഒരു നാച്ചുറൽ യെല്ലോ കളറാണ്. നല്ല ഒരു മണവും മാങ്ങയുടെ ഫ്ലേവറും രുചിയും എല്ലാം ഉണ്ടാകും. നോക്കിയേ, നമ്മുടെ കേസരി നല്ല ടൈറ്റായി തുടങ്ങി. ഇനി ഇതിലേക്ക് മതി നെയ്യ് ചേർത്ത് തുടങ്ങുന്നത്. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മൾ റവ വറുത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഡയറക്റ്റ്. ഇനിയിപ്പോൾ നെയ്യുടെ ഒരു മണവും കൂടി വരും. മണം മാത്രമല്ല രുചി. ഈ നെയ്യ് ഉള്ളിലേക്ക് പോകും, കംപ്ലീറ്റ് അകത്തേക്ക് ഇതുമായിട്ട് യോജിച്ച് വരും. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഉരുകാത്ത നെയ്യ് നിറച്ചെടുക്കുകയാണ്. ഉരുകി വരുമ്പോൾ അത് 2 ടേബിൾ സ്പൂണോളം വരും. ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുക്കാനുള്ള നെയ്യും കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അണ്ടിപ്പരിപ്പ് വറുക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. നോക്കിയേ, നെയ്യ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ വരെ ആകാം, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ. ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല പൗഡർ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടാവും നെയ്യുടെയും മാങ്ങയുടെയും പിന്നെന്താ ഇപ്പോൾ ഏലക്കാപ്പൊടിയുടെയും. ഇനി ഇവിടെ നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് ആ നെയ്യോടുകൂടി നമ്മുടെ കേസരിയിലേക്ക് ചേർക്കാം. കിസ്മിസ് വേണമെങ്കിൽ ആകാം. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു ഫ്രൂട്ട് ബേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിസ്മിസ് ഒഴിവാക്കി. അണ്ടിപ്പരിപ്പ് മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അണ്ടിപ്പരിപ്പും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. എന്തൊരു മണം! അണ്ടിപ്പരിപ്പ് നെയ്യിൽ ചേർത്ത് ആ നെയ്യോടുകൂടി വറുത്തതിട്ടു. നല്ല റിച്ച് ആയിട്ടുള്ള മാംഗോ കേസരി ഈസ് റെഡി. ഓക്കെ. ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. ഇനി വിളമ്പ് പാത്രം സെറ്റ് ചെയ്യാനുള്ള പാത്രം ഏതാണോ അതിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ മാംഗോ കേസരി ഈസ് റെഡി. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കാം. അതല്ല നമുക്ക് പീസസ് ആയിട്ട് മുറിച്ചാണ് കഴിക്കണമെങ്കിൽ ഇച്ചിരി നേരം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഏകദേശമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും സെർവ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഈ സീസണലായിട്ടുള്ള നമ്മുടെ മാമ്പഴം വെച്ചിട്ട്, മാങ്ങ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് വെച്ചിട്ട് പല പലഹാരങ്ങൾ ഉണ്ടാക്കാം. ആ കൂട്ടത്തിൽ മാംഗോ കേസരിയും ഉണ്ടാക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വ്യത്യസ്തമായൊരു വിഭവമാണ്. പക്ഷേ വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. പക്ഷേ കുറച്ച് വെണ്ണയും ഒക്കെ കൂടുതൽ ചേർത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് മധുരയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. മധുരൈ മസ്ക ബൺ എന്നാണ് പറയുക. മധുരയിലെ ഒരു ബട്ടർ ബണ്ണാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ബട്ടർ ബണ്ണ് പല രീതിയിലുള്ള കഴിക്കാറുണ്ടല്ലോ. ബേക്കറിയിൽ ചെന്നാൽ ബട്ടർ ബണ്ണിനകത്ത് എന്താ പറയുക,
ബട്ടർ ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു ബട്ടർ ബണ്ണുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇത് അടുപ്പിലൊക്കെ പിന്നെ ദോശക്കല്ല് പോലത്തെ ഒരു തവയിൽ വെച്ചിട്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഫ്രൈ ചെയ്ത് ധാരാളം ബട്ടറൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ബട്ടറിൻ്റെ അളവൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതെങ്ങനെ കഴിക്കാം. പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരത് ഒഴിവാക്കുക. എന്തായാലും നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, വീട്ടിൽ ചെയ്യാം. അതാണ് മധുരൈ സ്പെഷ്യൽ മസ്ക ബൺ അഥവാ ബട്ടർ ബൺ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധുരൈ മസ്ക ബൺ അഥവാ മധുരൈ ബട്ടർ ബൺ. ചേരുവകൾ: ബണ്ണ് 4 എണ്ണം, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, വെണ്ണ 100 മുതൽ 200 ഗ്രാം വരെ ആകാം, പാല് 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ മധുരൈ ബട്ടർ ബൺ ഉണ്ടാക്കി തുടങ്ങാം. ബട്ടർ ബൺസ് ഇതൊരു 4 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ബണ്ണാണ്, ഏത് തരം ബണ്ണിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് ഓരോ ബണ്ണും ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് വയ്ക്കുക. കുറച്ച് അകത്തിനി കുറച്ച് വെണ്ണയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഫിൽ ചെയ്യണം. പിന്നെ ഒരു നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഒരു എന്താ പറയുക, ഒരു ദോശക്കല്ല് പോലെയൊക്കെ ആണെങ്കിൽ നല്ലത്. ധാരാളം വെണ്ണ. ഇവിടെ ഇപ്പോൾ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം മിൽക്കി മിസ്റ്റാണ് ഉപയോഗിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറുണ്ട്, പിന്നെ പഞ്ചസാര, പിന്നെ പാല്. അവരങ്ങനെ പാലൊഴിക്കുന്നത് കുറവാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതൊരു വലിയ ലാർജ് സ്കെയിലാണ് അവരെല്ലാം ചെയ്യുന്നത്, ആ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റ് ഹോട്ടലുകാരെല്ലാം. പക്ഷേ നമ്മളൊരല്പം പാലും കൂടി ഡ്രിസിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തുടങ്ങും. അടുപ്പ് കത്തിച്ചു, പാത്രം വയ്ക്കുന്നു. നല്ല ചൂട് കട്ടിയുള്ളൊരു ദോശക്കല്ല് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ നിറച്ച് ലാവിഷായിട്ട് തേക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്ത് ബട്ടർ വയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ആ ഒരു സ്വീറ്റ്നെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? കല്ല് നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ബട്ടർ, അതും കുറച്ച് ലാവിഷായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇങ്ങനെ ഉരുക്കി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാല്, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം, ഒരു 1-2 ടീസ്പൂൺ, ചെറിയൊരു കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്ററായിട്ട് ഉൾഭാഗം വരും. അപ്പോൾ അകത്തെ വെണ്ണയും ഉരുകിക്കൊണ്ടിരിക്കുന്നു, പുറത്തുള്ള വെണ്ണയും ഉരുകുന്നു. എല്ലാം ഇങ്ങനെ മുരിഞ്ഞ്, അതിൻ്റെ ആ വെണ്ണയൊക്കെ മുരിഞ്ഞ് അതിൻ്റെ കളറെല്ലാം ബണ്ണിലേക്ക് പിടിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇടുക. ആദ്യത്തെ ഭാഗം തിരിച്ചിട്ടു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് വെണ്ണ ഇങ്ങനെ വീണ്ടും ഒന്ന് തടവി കൊടുക്കുക. നല്ല പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അകത്തെ വെണ്ണയെല്ലാം ഉരുകിയ ഷുഗറും ഒക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ടാകും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഫുള്ളിങ്ങനെ ഗീലാണ് കിടക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല വെണ്ണയിൽ തന്നെ ഇങ്ങനെ കിടന്നാണ് ശരിയാവുന്നത്. ഇതായിക്കഴിഞ്ഞു. നമ്മൾ അത്ര വെണ്ണ ഇട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ, തീ ഓഫ് ചെയ്യാം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മധുരൈ സ്പെഷ്യൽ ബട്ടർ ബൺ ഈസ് റെഡി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് വെണ്ണയും കൂടി ഇങ്ങനെ വെച്ചാണ് അവർ കൊടുക്കുന്നത്. കഴിക്കാൻ കൊടുക്കുമ്പോൾ വീണ്ടും വെണ്ണ വയ്ക്കും. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വെണ്ണയാണ്. ഞാൻ എന്നിട്ട് പോലും കുറച്ച് പിശിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഷുഗർ, യെസ്, റെഡി. ലാസ്റ്റ് ഒരു ബണ്ണും കൂടി ഞാനിങ്ങനെ ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഞാൻ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. നല്ല ഭംഗിയില്ലേ, കാണാനും നല്ലതാണ്. കഴിക്കുമ്പോൾ എൻ്റെ ഇതാ ഏറ്റവും മുകളിൽ ബട്ടർ, ആ ബട്ടറൊക്കെ ഇങ്ങനെ ഉരുക്കി തുടങ്ങി ചൂടോടുകൂടി. പിന്നെ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അയ്യോ, ടേസ്റ്റി ആയിട്ടാണ് കഴിക്കുന്നത്. യമ്മി ഡിഷാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കഴിച്ച് തന്നെ അറിയണം. ഇങ്ങനെ സോഫ്റ്റ്, അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടത് കണ്ടില്ലേ, ബട്ടറിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കിട്ടും. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ ഇതുപോലെ ചെയ്യാം.
ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്വാദിഷ്ടമായൊരു കേസരിയാണ്, മാംഗോ കേസരി. ഉണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. കുട്ടികൾക്കാണ് ഏറ്റവും ഇത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മധുരൈ സ്റ്റൈലിലെ ബട്ടർ ബൺ, അതും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.